ആവർത്തിച്ചുള്ള ഇറാൻ ആക്രമണങ്ങളെക്കുറിച്ച് ആശങ്ക അന്താരാഷ്ട്ര തലത്തിൽ ഉയർത്തി കുവൈത്ത്. തങ്ങളുടെ വ്യോമാതിർത്തി, അന്താരാഷ്ട്ര വിമാനത്താവളം എന്നിവയിൽ ഇറാന്റെ തുടർച്ചയായ ആക്രമണങ്ങൾ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്നതായി കുവൈത്ത് ചൂണ്ടിക്കാട്ടി. ഇത് സംബന്ധിച്ച് കുവൈത്ത് പബ്ലിക് അതോറിറ്റി ഓഫ് സിവിൽ ഏവിയേഷൻ ഇന്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷന് പ്രതിഷേധ കത്ത് നൽകി. ഇറാൻ നടപടി അന്താരാഷ്ട്ര വ്യോമയാന കരാറുകളുടെ ഗുരുതരമായ ലംഘനമാണെന്നും കുവൈത്ത് എടുത്തു പറഞ്ഞു. യാത്രക്കാർ, വിമാന കമ്പനികൾ, വിമാനത്താവള ജീവനക്കാർ, വിമാനത്താവള സൗകര്യങ്ങൾ എന്നിവയ്ക്ക് ആക്രമണം നേരിട്ടുള്ള ഭീഷണിയാണ്. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നടപടികൾ സ്വീകരിക്കണം. ബുധനാഴ്ച വിമാനത്താവളം ടെർമിനൽ 1 ലക്ഷ്യമിട്ട് നടന്ന ആക്രമണത്തിൽ മരണവും ഗുരുതരമായ പരിക്കുകളും വ്യാപകമായ നാശനഷ്ടങ്ങളും ഉണ്ടായതായി അതോറിറ്റി അറിയിച്ചു. വ്യോമഗതാഗതം നിർത്തിവെക്കുന്നതിനും കുവൈത്ത് വിമാനത്താവളത്തിലേക്കും തിരിച്ചുമുള്ള വിമാന സർവീസുകൾ താൽക്കാലികമായി നിർത്തിവെക്കുന്നതിനും ഇത് കാരണമായി. ഫെബ്രുവരി 28-ന് വിമാനത്താവളത്തിൽ നടന്ന ആക്രമണത്തിന് ശേഷം അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കിയ ടെർമിനൽ 1-ൽ നിന്നും വിദേശ വിമാന കമ്പനികൾ പ്രവർത്തനം പുനരാരംഭിച്ച് 48 മണിക്കൂറിനിടെയാണ് പുതിയ ആക്രമണം. ഇത്തരം നടപടികൾ ആവർത്തിക്കുന്നത് തടയാൻ വ്യക്തമായ നടപടികൾ സ്വീകരിക്കണമെന്നും അതോറിറ്റി ആവശ്യപ്പെട്ടു. ഇത് 2ാം തവണയാണ് കുവൈത്ത് ഇന്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷന് പ്രതിഷേധ കത്ത് നൽകുന്നത്.